ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് തുടർന്നുള്ള പരിചിന്തനത്തിന് വേണ്ടി എടുക്കുന്നത്. അതിൽ 7-ാമത്തെയും 8-ാമത്തെയും വാക്യം നമ്മൾ ആദ്യം വായിക്കുകയാണ്. അന്ന് തന്നെ മറ്റൊരു സംഭവമുണ്ടായി. മേദിയായിലെ എഗ്ബഥാനയിൽ റഗുവേലിൻ്റെ മകൾ സാറായെ അവളുടെ പിതാവിൻ്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു. 7 പ്രാവശ്യം വിവാഹം ചെയ്തവളാണവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുമ്പ് ഓരോ ഭർത്താവും ആസ്മോദേവോസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്ത് ഞെരിച്ച് കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്നത് എന്തിന്? അവർ മരിച്ചെങ്കിൽ നീയും പോയി ചാവുക. നിൻ്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്കിട വരാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഒരു വീട്ടിൽ, സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണത്. ഒരപ്പൻ, ഒരമ്മ, പിന്നെ ഒരു മകൾ. ബാക്കിയുടെ കാര്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. 3 പേരാണ് രംഗത്തുള്ളത്. അപ്പനും അമ്മയും ഒരുവിധം നല്ല മനുഷ്യരായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങളൊന്നും കാര്യമായിട്ട് കൂടുതൽ എഴുതിയിട്ടില്ല. പിന്നെയുള്ളത് മകളാണ്. ആ മകൾ ചെറുപ്പം തൊട്ട് നല്ല ഒരു കുട്ടിയാണ്. ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാത്തൊരു കുട്ടിയാണ്. സൽസ്വഭാവി, പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞ ദൈവഭക്തയായൊരു ഒരു കുട്ടി. അങ്ങനെ കല്യാണപ്രായം വന്നപ്പോൾ അപ്പനും അമ്മയും കൂടെ പ്രാർത്ഥിച്ച് അതിനെ കെട്ടിച്ച് വിട്ട്. ആദ്യത്തെ, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരുപാട് വലിയൊരു സന്തോഷമായ ഒരു സ്വപ്നമായിരുന്നു ഇതിൻ്റെ കല്യാണം. എന്നാൽ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ അതിൻ്റെ ഭർത്താവിനെ ആസ്മോദേവോസ് എന്ന ഒരു ദുഷ്ടപിശാച് കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരം വെളുത്ത് വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ സ്ഥിതി? ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിച്ച് അങ്ങനെ വിവാഹിതയായി അങ്ങനെ വന്ന ആ ഭർത്താവ് കൺമുമ്പിൽ കടന്ന് പെടഞ്ഞ് മരിക്കുന്നത് കണ്ട പെൺകുട്ടിയാണത്. അതിൻ്റെ പേടിയും അതിൻ്റെ ഭയവും അതിൻ്റെ മനസ്സിൻ്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മാത്രമല്ല, പിറ്റേ ദിവസം ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയും ബന്ധുക്കളും വരാതിരിക്കുമോ? കല്യാണത്തിന് ഒരുപാട് സന്തോഷത്തോടെ വന്ന് കല്യാണമൊക്കെ നടത്തി ശരി എല്ലാം കുറേ സമ്മാനമൊക്കെ കൊടുത്ത് പലതും പറഞ്ഞ് ചോറ് കൊണ്ട് ബിരിയാണിയൊക്കെ കഴിച്ച് പോയതാണ്. നല്ല സ്നേഹവും ബന്ധമായിരുന്നു. പക്ഷേ മകനാ മരിച്ചത്. തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ആ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം അങ്ങോട്ട് മാറും. നീ എൻ്റെ മകനെ കൊന്നോന്ന് ചോദിച്ചിട്ടായിരിക്കും എന്നുള്ള വരവ്. എന്തായാലും വൈകുന്നേരം വരെ ഒരു കേടും ഉണ്ടായിരുന്നില്ല. ആ പെണ്ണിൻ്റെ മുറി കയറുന്ന ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നല്ല ആരോഗ്യമുള്ള, യാതൊരു രോഗമില്ലാത്ത ഒരു ചെറുക്കൻ. എന്നാൽ ആ മുറിയിൽ നിന്ന് ഡെഡ് ബോഡി ആയിട്ടാണ് ഇവന് പുറത്തേക്ക് കിട്ടിയത്. അപ്പോൾ ആ പെണ്ണിൻ്റെ നേരെയുള്ള ചിന്തകളും സംസാരങ്ങളൊക്കെ കുറേയെങ്കിലും ആളുകൾ, എല്ലാവരും 100% വിശുദ്ധന്മാരായിരിക്കണം നിർബന്ധമില്ലല്ലോ സമൂഹത്തിൽ, കുറേ പേര് പറഞ്ഞു കാണും. ആ ചെറുക്കൻ്റെ വീട്ടുകാരിൽ കുറേ പേര് ആക്രമിച്ചിട്ടുണ്ടാവും. പത്രക്കാരും ചാനലുകാരൊക്കെ വന്ന് കാണുമായിരിക്കും. നമുക്കറിയാൻ പാടില്ല അന്നത്തെ സ്ഥിതി എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും പെണ്ണാവണയിട്ട് പറഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയാൻ പാടില്ല, പടഞ്ഞ് മരിക്കണ കണ്ടു എന്ന് പറഞ്ഞു. ഡോക്ടർമാരെല്ലാം നോക്കി, പക്ഷേ രോഗമില്ല, അറ്റാക്ക് വന്നിട്ടില്ല, പിന്നെ ക്യാൻസറോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. രോഗം വഴിയല്ല കുട്ടി മരിച്ചതെന്ന് ഉറപ്പായി. എന്തായാലും
അന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നത്തെ പോലീസ് പോലെ അന്നത്തെ വേറെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് കാണുമായിരിക്കും. അവർ വന്ന് വിശദമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ കൈകളിൽ നിന്നുള്ള മരണമല്ല, ഇത് വേറെ എന്തോ പീഡ വഴിയുള്ള മരണമാണെന്ന് ഒരു റിപ്പോർട്ട് കൊടുത്ത് കാണും. അങ്ങനെ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊന്നും ബൈബിളിൽ എഴുതിയില്ല, നിങ്ങൾ ഭാവന കണ്ടാൽ മതി. എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനുഷ്യനല്ല, ഇത് മനുഷ്യനേക്കാളും വലിയ എന്തോ ഒരു ഭൂതം കൊന്നതാണെന്ന് ആരെങ്കിലും റിപ്പോർട്ട് കൊടുത്ത് കാണും. തൽക്കാല കുടുംബ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ആ കുടുംബത്തെക്കുറിച്ച് ഒരു നല്ല വാർത്തയായിരിക്കുമോ നാട്ടിൽ പരക്കണത്? കല്യാണത്തിന് പങ്കെടുത്ത കുറേ പേരുണ്ട്. നാട്ടിൽ പെട്ടെന്ന് വാർത്തയാവും, ഇന്ന വീട്ടിൽ ഇന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ പുതുമണവാളൻ, ആ പലതും സംസാരം നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം മരിച്ചടക്കെല്ലാം കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം ദുഃഖാചരണമൊക്കെ കഴിഞ്ഞു. ഇനി അതിൽ പെട്ടെന്നൊരു കല്യാണം നടക്കാൻ സാധ്യതയില്ല. നാളുകൾ പിന്നിട്ടു, വർഷങ്ങൾ ഒരു വർഷം എടുത്ത് കാണും. ഒരു വർഷം അതിൻ്റെ അടിയന്തരങ്ങളും കഴിയണ്ടേ, അടിയന്തരമല്ല, ഒരു വർഷത്തെ വാർഷികങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കല്യാണം ആലോചിക്കുള്ളൂ. എന്തായാലും ഈ പെണ്ണിങ്ങനെ സാറ എന്നാണ് പെണ്ണിൻ്റെ പേര്. സാറ ഇങ്ങനെ എപ്പോഴും ദുഃഖിതയായിരിക്കുകയാണ്. എനിക്ക് ആകെ എൻ്റെ ആദ്യത്തെ ഭർത്താവ് പടഞ്ഞ് മരിച്ച രംഗം മനസ്സിൽ നിന്ന് പോകണില്ല. പല ആളുകളും തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പിന്നെ പല ശുശ്രൂഷയൊക്കെ ചെയ്ത് അങ്ങനെ എൻ്റെ പേടി പോയി. അങ്ങനെ അപ്പനും അമ്മയും പറഞ്ഞു, മോളെ നീ എത്ര നാൾ ഇങ്ങനെ ഇരിക്കും, നീ ഒരു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അപ്പം പെണ്ണ് പറഞ്ഞു, എൻ്റെ അപ്പ ഇനി എന്തിനാ ഞാൻ കല്യാണം കഴിക്കണേ, കല്യാണം കഴിച്ച ആളുടെ ഷേപ്പ് ഞാൻ മരിച്ചു കിടക്കേണ്ടത് ആ മരിക്കുന്ന സമയത്ത് ഉണ്ടായ പീഡ കണ്ടതാണ്, അതുകൊണ്ട് ഇനി എനിക്ക് കല്യാണം വേണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും. എന്നാലും ശരി, അപ്പനും അമ്മയും പ്രാർത്ഥിച്ച് നിർബന്ധിച്ച്, കൊന്തയില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അന്നത്തെ ഒരു ശുശ്രൂഷ അവരൊക്കെ ചെല്ലി അങ്ങനെ പെണ്ണിനെ മനസ്സ് വെപ്പിച്ച് അങ്ങനെ രണ്ടാമത് ഒരു കല്യാണത്തിന് തയ്യാറായി. രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞ് നേരം വെളുത്തപ്പം ചെറുക്കൻ പേക്കോം എന്ന് പറഞ്ഞിങ്ങനെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും പത്രക്കാരും ചാനലുകാരും പോലീസും ആ സമൂഹത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം അവിടെ എത്തി. ചെറുക്കൻ്റെ വീട്ടുകാരും വന്നു. അപ്പം തന്നെ പറഞ്ഞു, നീ ആദ്യം നിനക്ക് ഒരെണ്ണത്തെ കിട്ടി, നീ അതിനെ തട്ടിക്കളഞ്ഞ് നീ രണ്ടാമത്തേനും ശരിയാക്കി എന്ന് വെച്ച് പെണ്ണിൻ്റെ നേരെ എന്തായാലും നല്ല സംശയത്തിൻ്റെ ഒരു നിഴൽ ഒരു സംശയത്തിൻ്റെ ഒരു നീക്കം അവിടെ ഉണ്ടാവും. എന്നാലും പെണ്ണ് പറഞ്ഞ് ആണായിട്ട് പറഞ്ഞു, ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എനിക്കറിയാമല്ലോ, പറഞ്ഞ് മരിക്കണം എനിക്ക് കണ്ടു, ഞാൻ പരമാവധി ഹെൽപ്പ് ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ആൾ ചത്തു എന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരെണ്ണോ രണ്ടെണ്ണോ ആണോ, 7 ഭർത്താക്കന്മാർ പെടഞ്ഞ് കൺമുമ്പിൽ കടന്ന് കല്യാണ രാത്രി മരിക്കണ കണ്ട ഒരു പെണ്ണാണ് സാറ. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്ന് കൈ ഉയർത്തുകയാണെങ്കിൽ ഒരു പ്രൈസ് ദി ലോർഡ്. അത്രയും ദുഃഖമാണ് അതിൻ്റെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്നത്. ഒരു ദുഃഖ സമുദ്രം തന്നെയാണ് പെണ്ണിൻ്റെ ഹൃദയം. രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും കെട്ടുന്നില്ലെന്ന് ആ പെണ്ണ് തീരുമാനം എടുത്ത് കാണും. കാരണം കൺമുമ്പിൽ കിടന്ന് പടഞ്ഞ് മരിക്കണ കണ്ട ഈ പെണ്ണിൻ്റെ മനസ്സിൻ്റെ ആകുലതയും ടെൻഷനും ചിന്തി ഒരു പിശാചിൻ്റെ പീഡ കൊണ്ടാണ് മരിച്ചതെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ പിശാചിൻ്റെ പീഡ കൊണ്ട് മരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ അനസ്തേഷ്യ കിടന്ന് മരിക്കണമല്ലൊന്നും ആയിരിക്കില്ല. അനസ്തേഷ്യ കിട്ടിയിട്ട് അങ്ങനെ ചില ആളുകൾ ബോധം തെളിയാതെ മരിച്ചു പോകണമല്ലൊന്നും ആയിരിക്കണമെന്നില്ല. ഭീകരമായ ചില രംഗങ്ങളോടുകൂടിയായിരിക്കും ഓരോ ചെറുക്കന്മാർ മരിച്ചിട്ടുണ്ടാകുക. അതെല്ലാം കണ്ടുകൊണ്ട് പെണ്ണ് നിസ്സഹായായി നിൽക്കുക, അലർച്ചയും ബഹളമൊക്കെ. അത് 7 പേര് കൊല്ലപ്പെടുന്നത് കണ്ട പെണ്ണാണത്. എന്നാലും ശരി, അപ്പം ആ പെണ്ണിൻ്റെ ഹൃദയത്തിൻ്റെ ഭയവും ആ ഒരു ഭാരം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇത് പിശാചാണ് കൊന്നതെന്ന് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ വീടിനെക്കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം ഇപ്പം എന്താ? ഓരോ കല്യാണാലോചന വരുമ്പം ആ കല്യാണാലോചന കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്തുള്ളവർ എന്താ പറയുക? ചേട്ടോ, അല്ല എന്തുദ്ദേശത്തിലാണ് ഈ കല്യാണം ആലോചിക്കണത്, ചേട്ടനും എല്ലാം അറിയാവോന്ന് ചോദിക്കും അടുത്തുള്ളവർ. അപ്പോൾ ഈ കല്യാണാലോചന വന്ന കുടുംബക്കാർ എന്താ വിഷയം? ഇതിനു മുമ്പ് 4 കല്യാണം കഴിഞ്ഞതാ, ആ ചെറുക്കന്മാരെങ്ങനെ മരിച്ചെന്നറിയാവോ? അവിടെ ഒരു പിശാചിരിപ്പുണ്ട്, ആ പിശാച് തട്ടിക്കളഞ്ഞതാ. ചേട്ടൻ്റെ മോനെ ജീവനോടെ കാണാൻ ആഗ്രഹമുണ്ടോ? ഇത്രയും ചോദിച്ചാൽ മതി. പിന്നെ ഒരുവിധം കുടുംബക്കാരൊന്നും അങ്ങോട്ട് കല്യാണമായിട്ട് പോയില്ല. എന്നാലും 7 ചെറുക്കന്മാർ മുന്നോട്ട് വന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു, ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷം ഗ്യാപ്പ് ഇട്ടോ,
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെണ്ണിൻ്റെ വയസ്സ് എത്രയുണ്ടാവും? കാരണം കല്യാണം പെട്ടെന്ന് ഇങ്ങനെ ഈ കടയിൽ നിന്ന് പോയി വാങ്ങുന്നല്ലോ വാങ്ങാൻ പറ്റില്ലല്ലോ. ഇത് ആലോചിച്ച് ഉറപ്പിച്ച് അങ്ങനത്തെ ഒരു അതിന് പറ്റിയ ഫാമിലി, തയ്യാറുള്ള ഫാമിലി മുമ്പോട്ട് വരണ്ടേ. ഇടിപിടി എന്ന് പറഞ്ഞ് പെട്ടെന്ന് നടക്കുകയല്ല. ഒരു പ്രശ്നമില്ലാതെ ഇവിടെ കല്യാണം നടക്കണില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിശാചിരിക്കണ വീട്ടിലെ കല്യാണം അങ്ങനെ നടക്കും? നിങ്ങൾ ചിന്തിച്ച് നോക്കി. ആദ്യത്തെ 2-3 ചില പെട്ടെന്ന് നടന്നു കാണും. അവസാനത്തെ കല്യാണങ്ങൾ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമായിരിക്കും നടന്നത്. ഒന്നാമത് ഈ പെണ്ണിന് മനസ്സ് വരണ്ടേ, ഇനി ഒന്ന് കെട്ടണമെന്ന് തോന്നണ്ടേ. അതങ്ങനെ അപ്പനും അമ്മയും പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞ് തോന്നിപ്പിക്കണം. പിന്നെ വരുന്ന ചെറുക്കന്മാർക്കും വരുന്ന കുടുംബങ്ങളും തയ്യാറാകണ്ടേ. അങ്ങനെ ദീർഘമായ വർഷങ്ങൾ, ഒരു പക്ഷേ ഒരു 25-ാമത്തെ വയസ്സ് കല്യാണം തുടങ്ങിയാൽ 7 ചെറുക്കന്മാരെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിൻ്റെ വയസ്സ് ഒരു 10-45 കാണുമായിരിക്കും. ഒരു 2 വർഷം ഗ്യാപ്പിട്ടാൽ പോലും ഒരു 10-40 വയസ്സിന് മുകളിലേക്കാവും. ഹല്ലേലൂയ. ഈ 40-45 വയസ്സിനിടയ്ക്ക് സാറ എന്ന പെണ്ണ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു തീർത്ത. ഇപ്പം അതിനേക്കാളെല്ലാം അതിന് മകുടം ചാർത്തുന്ന ദുരിതമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ വീടിനെ കുറിച്ച് പരിസരത്ത് പറയണത്, പണ്ടൊക്കെ വല്ല ചെറുക്കന്മാരൊക്കെ ആ ആദ്യകാലത്ത് കല്യാണത്തിന് അങ്ങനെ വൈകുന്നേരമൊക്കെ അങ്ങനെ ആ വീടിൻ്റെ സമയത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആകട്ടെ ഒരു 5 മണി ഇരുട്ട് മയങ്ങിയാൽ മതി, ആ ഭാഗത്ത് കൂടെ ആ റോട്ടിൽ കൂടെ ആരും സഞ്ചരിക്കുകയില്ല. കാരണം പിശാചുള്ളൊരു വീട് അവിടെയുണ്ട്. പിശാച് ഉറപ്പായിട്ടുള്ളൊരു വീടുണ്ടെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ ബന്ധുക്കൾ വരുന്നില്ല, ഗസ്റ്റ് വരുന്നില്ല, ആരും വരുന്നില്ലെന്ന് മാത്രമല്ല, ആ പരിസരത്ത് കൂടെ രാത്രിക്ക് നടക്കാൻ പോലും ആർക്കും ധൈര്യമില്ല. അതേപോലെ ആ വീട് ആ നാട്ടിൽ ഒറ്റപ്പെടുത്തപ്പെട്ട വീടായിരിക്കും. ബന്ധുക്കളൊന്നും വന്നാൽ തന്നെ രാത്രി വേഗം വിട്ടുപോകും. ആരും ഇവിടെ താമസിക്കാൻ ധൈര്യപ്പെടില്ല. കാരണം ആരെയാ കൊല്ലുമെന്ന് അറിയാൻ പറ്റില്ല. മനുഷ്യനെ കൊല്ലുന്നൊരു പിശാച് ആ വീട്ടിലുണ്ടെന്നുള്ളത് നാട്ടിൽ മുഴുവൻ പാട്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ അപ്പനും അമ്മയും ഈ മോളും തമ്മിൽ ഇങ്ങനെ ജീവിക്കുക. ഇത് അവിടെ സംസാരമുണ്ടോ? ശ്മശാന മൂകത. ഈ പെണ്ണ് എന്ത് സംസാരിക്കുക? എന്താ നമ്മളെപ്പോലെ ചിരിക്കാനും കളിക്കാനൊക്കെ പറ്റുമോ ഈ പെണ്ണിന്? ആ അപ്പൻ്റെ അമ്മയുടെ മനസ്സിൻ്റെ ഭാരം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇവരുടെ കാലം കഴിഞ്ഞ് മോളുടെ സ്ഥിതി എന്താവും? ആ അപ്പനും അമ്മയും എപ്പോഴും ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്ലൂമി, ഒരു ഭാരപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുക. ഈ പെണ്ണും അങ്ങനെ 3 പേര് ഒരു ജീവശവങ്ങളെ പോലുള്ള 3 എണ്ണം താമസിക്കുന്ന വീടാണ് ഋഗ്വേൽ യദിന ദമ്പതികളുടെ കുടുംബം. ഇപ്പം അതിനേക്കാൾ വലിയ ദുരിതം, മകുടം ചാർത്തുന്ന തരത്തിലുള്ള ദുരിതം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം 3 പേർക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പോൾ പരിചാരികമാർ വന്നിട്ടാണ് അടിച്ചു തൂത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് ക്ലിയറാക്കിയിട്ട് പോണത്. ഭക്ഷണം കഴിച്ചാൽ കഴിച്ചില്ലെങ്കില്ല, അങ്ങനെ ശ്മശാന മൂകത. പക്ഷേ ഈ പരിചാരികമാരിപ്പോൾ എന്താ ചെയ്യണമെന്നറിയോ? ഈ പരിചാരികമാർ വീട് അടിച്ച് തുടച്ച് വൃത്തിയാക്കാനൊക്കെ 1-2 പേരൊക്കെ നിയമിച്ച് കാണുമായിരിക്കും. കാരണം ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സ് ചത്തുപോയി കിടക്കുക, മരച്ച മനസ്സുമായിട്ട് കിടക്കുക. അപ്പോൾ ഈ പരിചാരികമാർ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ സാറായിക്ക് പൊട്ടിത്തെറിക്കും. കാരണം അത്രയും ദുഃഖം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയമാണ് സാറായുടെ ഹൃദയം. നമ്മളെപ്പോലെ നോർമലായ സ്ഥിതി പെരുമാറാൻ പറ്റുന്നൊരു ഹൃദയം അല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഈ സാറായുടെ വീട്ടിലെ ആ പരിചാരികമാർ പറയണതെന്നറിയോ? നീ തന്നെ ഞങ്ങളോട് നീ തന്നെയല്ലേ നിൻ്റെ ഭർത്താക്കന്മാരെ കൊണ്ടത്, നിനക്ക് 7 എണ്ണത്തെ കിട്ടിയല്ലോ, ഒരെണ്ണത്തിന് ഇങ്ങനെ പേര് ധരിക്കാൻ നിനക്ക് അനുഗ്രഹം ഉണ്ടായോ, നിനക്ക് നിൻ്റെ മക്കളെ ഒരിക്കലും കാണാതിരിക്കട്ടെ. ഇങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ നല്ല കുന്തം കൊണ്ട് കുത്തണ പോലെയുള്ള, വാളുകൊണ്ടും വാക്കത്തി കൊണ്ടും വെട്ടണ പോലുള്ള വാക്കുകൾ, കുത്തുവാക്കുകൾ ഈ പരിചാരികമാർ പറയുക. അതാണ് തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. 7 പ്രാവശ്യം വിവാഹം ചെയ്തവളാണ്. എന്നാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്ത് ഞെരിച്ച് കൊന്നത്? ഈ പരിചാരികമാർ മാത്രമല്ല, സാറായെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ അതേപോലെ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ. നീ തന്നെയല്ലേ നിന്റെ ഭർത്താക്കന്മാരെ കഴുത്ത് ഞെരിച്ച് കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്ക് ഇടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്നത് എന്തിന്? ആ കുടുംബത്തിലെ ആ ഒരു അന്തരീക്ഷം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കണം. ഈ പരിചാരികമാർ ചിറിക്കിട്ട് തോണ്ടാൻ അവർ സംസാരിക്കുക. ഞങ്ങളെ തല്ലുന്നത് എന്തിന്? അവർ മരിച്ചെങ്കിൽ നീയും പോയി ചാക് എന്നാണ് പറയണത്. അത് കേട്ട് സാറേ അവിടെ നിൽക്കണ്ട വീട്ടിൽ. പരിചാരികമാർ തുടയ്ക്കാനും പാത്രം കഴുകാനും വന്നവർ പറയാ, നിന്റെ ഭർത്താക്കന്മാർ ചത്തെങ്കിൽ നീയും പോയി ചാകടി.
ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കേട്ടാ വീട്ടിൽ നിൽക്കണം. നിനക്ക് 7 എണ്ണത്തെ കിട്ടി, ഒരെണ്ണത്തിൻ്റെ പോലും പേര് ധരിക്കാൻ നിനക്ക് ഇടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്നത് എന്തിന്? അവർ മരിച്ചെങ്കിൽ നീയും പോയി അവരോടൊപ്പം ചാവുക. നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. അത്രയും സങ്കീർണമായ ഒരു തകർന്ന ഒരു അന്തരീക്ഷമാണ് ആ കുടുംബത്തിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന 3 ജീവിതങ്ങളുടെ മനോഭാരം ഒന്ന് ഓർത്ത് നോക്കുകയും. 10-ാമത്തെ വാക്യം, ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ, ഇത് കടലാസിൽ നിന്ന് വെട്ടിയെടുത്ത ജീവിതമൊന്നും അല്ല, പച്ചയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ഇതെല്ലാം കേൾക്കണത്. അതും ഒരു പോറൽ പോലും, സൽസ്വഭാവത്തിനൊരു പോറൽ പോലും വന്നിട്ടില്ലാത്ത സൽസ്വഭാവിയായ ചെറുപ്പം തൊട്ട് പ്രാർത്ഥിച്ച് ദൈവഭക്തിയായി വളർന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലാണ് സംഭവിച്ചതെന്ന് ഓർക്കണം. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ നമുക്ക് നമ്മുടെ ഇടയിൽ ചിലർക്ക് തോന്നുന്നത് പോലെ സാറയ്ക്കും തോന്നി. എന്താ തോന്നിയത്? മുണ്ടാട്ടില്ലാതായല്ലോ. വായിച്ചു നോക്കിയേ, ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ, ബാക്കി ഉറക്കെ വായിക്ക്, തൂങ്ങി മരിച്ചു കളയാം എന്ന് അവൾക്ക് തോന്നിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ അവളുടെ ഉള്ളിൽ രാത്രിക്ക് ഇതെല്ലാം ഇങ്ങനെ പരിചാരികമാർ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇത് മനസ്സിൽ കിടക്കല്ലേ, തൂത്താലും മായ്ച്ചാലും പോകുമോ? പറഞ്ഞ വാക്കെന്തൊക്കെയാ? കുറേ സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വളരെ മിനിമമായുള്ളത്, സഭ്യമായിട്ടുള്ളത് എഴുതി വച്ചിരിക്കുന്നത്. തൂത്താലും മായ്ച്ചാലും പോകാത്ത കഠിന വാക്ക്. അത് രാത്രിക്ക് കിടക്കുമ്പോഴും നേരം വെളുക്കുമ്പോഴും അർദ്ധരാത്രിക്ക് കേട്ട് ഞെട്ടി എഴുതേക്കുക സാറാ. അപ്പോൾ ഒറ്റയ്ക്ക് കിടക്കണ സമയത്ത്, ഒറ്റയ്ക്കാണ് എപ്പോഴും ഇരിപ്പ്, ഇടയ്ക്കിടയ്ക്ക് തോന്നും തൂങ്ങിച്ചാകണം. ആരുമില്ല. ആർക്ക് വേണ്ടി ജീവിക്കണത്? എന്തിനു വേണ്ടി ജീവിക്കണത്? പ്രിയപ്പെട്ട സഹോദരി, ഇതാണ് ആ കുടുംബത്തിൻ്റെ സ്ഥിതി. ഇതാണ് സാറ എന്ന മകളുടെ സ്ഥിതി. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാം എന്ന് പോലും അവൾ ചിന്തിച്ചു. എന്നാൽ ഉടനെ തന്നെ പുനർവിചിന്തനം ഉണ്ടായി. അതാണ് ചെറുപ്പത്തിലെ ദൈവഭക്തി പരിശീലിപ്പിച്ചാൽ ഇങ്ങനെയുള്ള സമയത്ത് അതിൻ്റെ ഗുണമുണ്ടാവും. ചെറുപ്പത്തിലെ ദേവാലയത്തിൽ വേദപാഠത്തിന് കുട്ടികളെ വിടുക, ചെറുപ്പത്തിലെ ധ്യാനങ്ങൾക്ക് കൊണ്ടുപോവുക, ചെറുപ്പം മുതൽ മക്കളെ ദൈവഭക്തിയിലും ദൈവവചനത്തിലും പരിശീലനം കൊടുത്ത് വളർത്തിയാൽ അവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സങ്കീർണ സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും തലയ്ക്ക് കയറാത്ത സമയം വരും. ഈ ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്ത് വെച്ചിരിക്കണ ആ സാധനങ്ങൾ പോലെ നമ്മുടെ തലയും മനസ്സൊക്കെ മരച്ചു പോണ ജീവിതാനുഭവങ്ങളുണ്ടാവും. ആ സമയത്ത് അപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഒന്നും കയറാത്ത കാലമാണ്. ചെറുപ്പത്തിൽ വിതച്ച വചനമുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ കൊടുത്ത ദൈവബോധ്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രമേ ആ സമയത്ത് സഹായിക്കുകയുള്ളൂ. ഈ സാറയുടെ അപ്പനും അമ്മയും സാറയെ ചെറുപ്പം മുതൽ ദൈവിക കാര്യങ്ങളിൽ പങ്കാളികളാക്കി ആത്മീയമായി വളർത്തിക്കൊണ്ട് വന്ന ഒരു പൈതലാണ് ഈ സാറ. അതുകൊണ്ട് ഒരു ഭാഗത്ത് സാത്താൻ പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, നീ പോയി തൂങ്ങിച്ചാക്. അങ്ങനെയാണ് എല്ലാവരും പറയണത്, തൂങ്ങിച്ചാകുന്ന്. ഇവൾക്ക് തന്നെ തോന്നാൻ തുടങ്ങി, ഞാൻ എന്തിനങ്ങനെ ജീവിച്ചിരിക്കുന്നത്? എന്നെ കാണുമ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര ഭാരം, ഞാൻ മരിച്ച എൻ്റെ അപ്പനും അമ്മയ്ക്കും ഫ്രീ ആകുമല്ലോ എന്നെങ്കിലും ചിന്തിച്ച് അതൊരു സൽകൃത്യം പോലെ കണക്കാക്കി തൂങ്ങിച്ചാകാനായിട്ട് ഇടയ്ക്ക് തോന്നുക. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ തൂങ്ങി മരിച്ച് കളയാം എന്ന് പോലും ചിന്തിച്ചു. എന്നാൽ അവൾ പുനർവിചിന്തനം ചെയ്തു. ദൈവകൃപയുണ്ടെങ്കിൽ, ദൈവഭക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുഃഖമോ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലമോ നമ്മുടെ ജീവിത തകർച്ചയോ അതിനേക്കാൾ ഉപരിയായി ചില മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ, ദൈവത്തിൻ്റെ ഇംഗിതം നിറവേറ്റാൻ വേണ്ടി നിലകൊള്ളാൻ ആ ആത്മീയ അഭിഷേകം നമുക്ക് ശക്തി തരും. എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു. ഞാൻ
പിതാവിൻ്റെ ഏക മകളാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവന് അത് അപമാനകരമായിരിക്കും. എൻ്റെ വൃദ്ധനായ പിതാവ് വേദന കൊണ്ട് ഹൃദയം പൊട്ടി മരിക്കും. ഇതാണ് അവളുടെ ചിന്ത. അവൾ പറയാണ്, ഞാൻ തൂങ്ങിച്ചാൽ എനിക്ക് എളുപ്പമാണ്, പെട്ടെന്ന് കാര്യം കിട്ടും. പക്ഷേ ഇത് അല്ലാതെ തന്നെ എൻ്റെ അപ്പന് ഒത്തിരി വേദനയുണ്ട്. അപ്പനിപ്പോൾ വൃദ്ധനുമാണ്. വൃദ്ധനായ എൻ്റെ അപ്പൻ ഞാനിങ്ങനെ ചെയ്താൽ അവനത് താങ്ങാൻ പറ്റില്ല. എൻ്റെ വൃദ്ധനായ എൻ്റെ അപ്പൻ വേദന കൊണ്ട് മരിക്കും എന്നവളുടെ മനസ്സിൽ ആ അപ്പനോടും അമ്മയോടും സ്നേഹം തോന്നുക. ഒരു നല്ല കുട്ടിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ആപത്ത് സമയത്ത് ദൈവഭക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ സഹായത്തിനെത്തും. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അത് നമ്മളെ പിടിച്ചു കൊണ്ടുവരും. ഈ സാറായുടെ ജീവിതത്തിൻ്റെ സങ്കീർണതയിൽ ഈ ദൈവഭക്തി ഒരുപാട് സഹായിച്ചു. അങ്ങനെ സാറ പിശാചിൻ്റെ തട്ടിപ്പിനെ, പിശാചിൻ്റെ പീഡയെ അതിജീവിക്കുകയാണ്. സൽ ചിന്തകൾ കൊണ്ട്, ദൈവവചനപരമായ ചിന്തകൾ കൊണ്ട് സാറ പിശാചിൻ്റെ പീഡയെ അതിജീവിച്ചു. അതിനുശേഷം അവളുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവവചന, ചെറുപ്പം തൊട്ടുള്ള ദൈവഭക്തിയും ചെറുപ്പം തൊട്ടുള്ള വചനാഭിഷേകവും ചെറുപ്പം തൊട്ട് മാതാപിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന ദൈവകൃപയുടെ ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അത് അവളെ വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ട് ശക്തിപ്പെടുത്തി. ഇങ്ങനെയുള്ള തകർച്ച ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള പ്രതികൂലം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള വിഷമം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ഉള്ളിൽ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അവൾ നേരെ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? 11-12 വാക്യങ്ങൾ. അവൾ കിളിവാതിലിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്ന് സ്തുതി. ഒരു സെക്കൻഡ്, ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ ചീത്ത വിളിക്കുന്നുണ്ടോ നോക്കൂ. ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ ഇകഴ്ത്തി സംസാരിക്കുന്നുണ്ടോ? ഒരു വാക്കുകൊണ്ട് പോലും ദൈവത്തെ താഴ്ത്തി പറയുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ച് അത്യധികമായ ആദരവോട് മാത്രമേ തകർച്ചയുടെ അങ്ങേയറ്റം തല മുങ്ങി ദുരിതത്തിൽ നിൽക്കുമ്പോൾ പോലും ദൈവത്തെക്കുറിച്ച് ഒരു സെക്കൻഡ് താഴ്ന്ന വിധ ചിന്തിക്കുന്നില്ല. പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്ന് സ്തുതിക്കപ്പെടട്ടെ. എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്ന് സ്തുതിക്കട്ടെ. എൻ്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇതാരാ പ്രാർത്ഥിച്ചതല്ല, അപ്പം കിട്ടിയ ഒരാളല്ല ഇത് സംസാരിക്കുന്നത്. ഈ 7 ഭർത്താക്കന്മാർ, വർഷങ്ങൾ നീണ്ട ദുരിതക്കയത്തിൽ കിടന്ന ഈ സാറ അപ്പോഴും പറയുകയാണ്, എൻ്റെ മുഖവും എൻ്റെ കണ്ണുകളും എൻ്റെ കരങ്ങളും എൻ്റെ ദൃഷ്ടികളും അങ്ങയുടെ നേരെ ഞാനിതാ തിരിച്ചു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് വരുന്ന വാക്യങ്ങൾ 13-14 വാക്യങ്ങൾ. എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ, ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ എനിക്കിട വരാതിരിക്കട്ടെ. കർത്താവെ, ഞാൻ പുരുഷന്മാരുമായിട്ട് പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇവളെക്കുറിച്ച് വേറൊരു ആരോപണം. ഇവൾ പുരുഷന്മാരോട്, ഇവൾ വേശിയാണ്, ഇവൾ വ്യഭിചാരിണിയാണ്, ഇവൾ പുരുഷന്മാരോട് പാപം ചെയ്ത് അവളുടെ പാപത്തിൻ്റെ പരിണത ഫലമാണ് ഈ കുട്ടി കേൾക്കാത്ത ദോഷങ്ങളില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഇത്തിരി മനസ്സ് തുറന്നങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ കേട്ട കുത്തുവാക്കുകളുടെ എല്ലാം വേദന ദൈവത്തോട് പറയുകയാണ്. ദൈവമേ, ഞാൻ അങ്ങയുടെ നസനത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. ഞാൻ ആരുമായിട്ടും മറ്റ് പുരുഷന്മാരുമായിട്ട് ഞാൻ ഒരു പുരുഷനുമായിട്ട് പാപത്തിന് പോയിട്ടില്ലെന്ന് അങ്ങേക്കെങ്കിലും അറിയാമല്ലോ. ഞാൻ ഇനി അധിക്ഷേപം കേൾക്കാൻ എൻ്റെ കർത്താവെ ഇടവരുത്തരുതേ എന്നൊരു പ്രാർത്ഥന ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മറ്റു പുരുഷന്മാരുമായിട്ട് പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. ഈ പ്രവാസത്തിൽ എൻ്റെയോ പിതാവിൻ്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിൻ്റെ ഏകജാതയാണ് ഞാൻ, അവകാശിയായി അവന് വേറെ മക്കളില്ല. അപ്പം കുടുംബത്തിൻ്റെ ചിത്രം കുറച്ചും കൂടെ ക്ലിയറായി. അപ്പനും അമ്മയും ഏക മകളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം നോക്ക്. ഇതാണ് ഋഗ്വേൽ യദുന ദമ്പതികളുടെ കുടുംബവും അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധയായ ഒരു മകളുടെ ജീവിതവും. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ഒരു സങ്കടമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ പ്രാർത്ഥനയും ജപമായിട്ട് നടന്നിട്ട് കണ്ണുനീരാണല്ലോ, ഇന്നും വിഷമാണല്ലോ, ദൈവത്തൊന്നും കാണുന്നില്ലേ. ഇങ്ങനെയുള്ള പല പീഡകളോടുകൂടെ ഒരുപാട് പേരിയ്ക്കുകയാണ്. ഇന്ന് പല ആളുകളുടെ ജീവിതത്തിൽ പിശാച് അവരെ പീഡിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. 1-2 ദിവസമോ 1-2 മാസമോ 1-2 വർഷമൊക്കെ പ്രാർത്ഥിക്കാൻ പോകും.
പിന്നെ അവർക്കൊരു നിരാശ കയറുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ദുരിതം മാറുന്നില്ലല്ലോ, ഞാനിങ്ങനെ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ എൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഋഗ്വേൽ യതിനാ ദമ്പതികളെ പോലെ തെളിഞ്ഞൊരു കുടുംബത്തെ കാണാൻ പറ്റില്ല. അതിനേക്കാൾ അപ്പനും അമ്മേനേക്കാൾ തെളിഞ്ഞതാണ് മകള് സാറ. ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിന് കളങ്കം വരുത്താത്ത, ദൈവത്തിന് മുമ്പിൽ അപ്പോഴും എൻ്റെ ഹൃദയം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാൻ ധൈര്യപൂർവ്വം ദൈവത്തോട് പറയാൻ തക്കവണ്ണം വിശുദ്ധിയുള്ളൊരു മകളായിരുന്നു സാറ. അപ്പം സാറ പറയാണ്, എൻ്റെ പിതാവിൻ്റെ പേരിനോ എൻ്റെ നാമത്തിനോ കളങ്കം വരുത്തില്ല, അങ്ങേക്ക് അറിയാലോ, അതുകൊണ്ട് ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരുത്തരുതേ എന്ന് സാറ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ദൈവ പൈതൽ. ഇപ്പം ഇങ്ങനത്തെ തകർന്ന കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം ചിന്തിച്ച് നോക്ക്. ആർക്കഞ്ഞ് സഹായിക്കാൻ പറ്റണത്? ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ ഈ സാറയുടെ ഫ്രണ്ട്സിനോ ഒരാൾക്ക് വാക്കുകൾ, മനുഷ്യൻ്റെ വാക്കുകൾ അപ്രസക്തമാകുന്ന വിധമുള്ള ദുരിത കയറ്റി കിടക്കുകയാണ് അവർ. ഇനി ജീവിതം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ സന്തോഷം ഉണ്ടാകുമോ ഈ കുടുംബത്തിൽ? കാരണം അത്രയും മരച്ച മനസ്സുമായിട്ടാണ് 3 പേരിയ്ക്കുന്നത്. മനുഷ്യനല്ലേ, എന്തായാലും വേദന ഇല്ലാതിരിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉള്ളിൽ ചിന്തകളുണ്ട്. ദൈവം അപ്പം തന്നെ അവിടുന്ന് ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. അപ്പം തന്നെ ദൈവത്തിൻ്റെ ദൂതനെ സ്വർഗത്തിൽ നിന്ന് അയക്കുകയാണ്. അങ്ങനെ റാഫേൽ മാലാഖ അയക്കപ്പെട്ടു. കൊച്ചു തോബിയാസ് വരുന്ന വഴിക്ക് റാഫേൽ മാലാഖ കൊച്ചു തോബിയാസിന് അനുയാത്രക്കാരനായി കൂടി. അങ്ങനെ ഒരു മത്സ്യത്തിൻ്റെ ചങ്കും കരളുമായിട്ട് ഈ റാഫേൽ മാലാഖയും കൊച്ചു തോബിയാസും ദൈവത്താൽ ആ ഭവനത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു. അവരവിടെ വന്നപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഭവനത്തിൽ നിന്ന് കേട്ടപ്പോൾ കൊച്ചു തോബിയാസിന് ഭയങ്കര സങ്കടമായി. കൊച്ചു തോബിയാസ് പറഞ്ഞു, ഞാൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചോളാം. ഉടനെ അപ്പനും അമ്മയും പരമാവധി പറഞ്ഞു, 7 പേരെ കല്യാണം കഴിപ്പിച്ചതാണ്, പിറ്റേ ദിവസം ഞങ്ങൾക്ക് പണിയായി, ഇനി അങ്ങനത്തെ ഒരു കാര്യത്തിന് മുതിരണോ കൊച്ചു തോബിയാസേ? എന്തായാലും കൊച്ചു തോബിയാസിൻ്റെ ഫോട്ടോ ഒക്കെ ആദ്യം എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ച്, കാരണം ഇനി ഈ ഷേപ്പിൽ കാണാൻ പറ്റില്ല. കാരണം അതാണ് കുടുംബത്തിൻ്റെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. കൊച്ചു തോബിയാസ് ആണെങ്കിലോ കോമള സുന്ദരൻ, ഒരു നിഷ്കളങ്ക ചെറുപ്പക്കാരൻ. കൊച്ചു തോബിയാസ് പറഞ്ഞു, സാരല്ല, പിശാചല്ല, എന്തെങ്കിലും ആകട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അതിനെ കല്യാണം കഴിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് രാത്രി പതിവ് പോലെ ഇവർ മണവാളനും മണവാട്ടിയും കൂടെ അവരുടെ മുറിയിലേക്ക് കയറി. എന്തായാലും ശരി, പിശാച് പതിവ് പോലെ കൊച്ചു തോബിയാസിനെ കൊല്ലാൻ വേണ്ടി വന്നു. അസ്മോ ദേവോസ് എന്നൊരു ദുഷ്ടബോധം അവിടെ ഇരിക്കുക. അത് പതിവ് പോലെ കൊല്ലാൻ വേണ്ടി വന്നു. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കുകയല്ല, ഞാൻ ഊഹിക്കുകയാണ്. ഞാൻ ഊഹിക്കുന്നതനുസരിച്ച് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഋഗ്വേൽ യതിനാ ദമ്പതികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സാറ കല്യാണം കഴിച്ചു, 7 എണ്ണത്തെ പിറ്റേ ദിവസം അവർ പണിയായി. അപ്പോൾ കൊച്ചു തോബിയാസ് കല്യാണം കഴിച്ചു. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഋഗ്വേൽ യതിനാ ദമ്പതികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ഭാവന കണ്ടു നോക്കിയേ. അവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു കാണും. ഋഗ്വേൽ യതിനായോട് പറഞ്ഞു കാണും, യതിനാ, നമുക്കൊരു കാര്യം, ഞാൻ നേരം വെളുത്താൽ കുഴി കുത്താൻ വലിയ പണിയാവും, വെയിലിൻ്റെ ചൂടും വേർപ്പ്, അതുകൊണ്ട് നേരം വെളുക്കുമ്പോഴേക്കും നമുക്ക് കുഴി കുത്തി റെഡിയാക്കി ഇടാം. എന്നാൽ പിന്നെ വലിയ പണിയില്ലാതെ അങ്ങോട്ട് മറവ് ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ ബന്ധുക്കളൊക്കെ വിളിച്ചാൽ മതിയല്ലോ, ബാക്കി പ്രോസസ്സൊക്കെ അവർ നോക്കിക്കാണും. എന്തായാലും അവർ കട്ടൻ കാപ്പിയെ കുടിച്ച് കുഴിയെല്ലാം കുത്തി റെഡിയായി രാവിലെ നോക്കി എടുക്കാൻ വന്നപ്പോൾ നമ്മുടെ കൊച്ചു തോബിയാസ് പൂർണ്ണ ആരോഗ്യത്തോടെ നല്ല മിടുമിടുക്കനായിട്ട് കൊച്ചു തോബിയാസ് വരുന്ന കാഴ്ചയാണ് ഋഗ്വേൽ യതിനാ ദമ്പതികൾ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ ആ മത്സ്യത്തിൻ്റെ ചങ്കും കരള ഭവനത്തിലിട്ട് ആ ദുഷ്ടബോധത്തെ ഈ കൊച്ചു തോബിയാസ് റാഫേൽ മാലാഖയുടെ സഹായത്താൽ അവിടുന്ന് ആ ഭവനത്തിൽ നിന്ന് ആട്ടിപ്പായിച്ച് ആ കുടുംബത്തെ വിടുവിച്ച്. അത് നമ്മൾ വായിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതമാണ്. അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ, തോബിത്തിൻ്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കാനും, ഋഗ്വേലിൻ്റെ പുത്രി സാറായ തോബിത്തിൻ്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും, അസ്മോ ദേവൂസ് എന്ന ദുഷ്ടബോധത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. സാറായെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം. തോബിത്ത് വീട്ടിലേക്ക് കയറിയതും ഋഗ്വേലിൻ്റെ പുത്രി സാറ മുകളിലെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതും
ഒരേ നിമിഷത്തിലായിരുന്നു. ഹല്ലേലൂയ. എന്തായാലും അവരുടെ വിവാഹം നടന്നു. ആ ഭവനത്തിൽ നിന്ന് ഈ ദുഷ്ടഭൂതത്തെ റഫായേൽ മാലാഖയുടെ സാന്നിധ്യത്താൽ ആ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ആ അഗ്നികുണ്ഡത്തിലിട്ട് പുകച്ചു. അത് ഭൂതം പുറത്തു കടന്നു. റഫായേൽ മാലാഖ അതിനെ ആട്ടിപ്പായിച്ചു, വെട്ടിയോടിച്ചു, ഭവനത്തെ വിടുവിച്ചു. പിന്നീട് ഒരിക്കലും ആ ഭവനത്തിന് ഈ ദുഷ്ടഭൂതത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് കണ്ണുനീരിൽ തകരുന്ന കുടുംബങ്ങളുടെ എല്ലാ തകർച്ചകൾക്കും ദൈവികമായ ഒരു പരിഹാരമുണ്ട്. ദൈവികമായൊരു, അതായത് ഈ ഋഗ്വേലും ഇതിനായി എത്രയോ വർഷങ്ങൾ പ്രാർത്ഥിച്ചു കാണും. സാറ എത്രയോ വർഷങ്ങൾ പ്രാർത്ഥിച്ചു കാണും. എൻ്റെ അപമാനം നീക്കി ഇനി അധിക്ഷേപം കേൾക്കാൻ ഇടവരരുതേ എന്നൊക്കെ പറഞ്ഞ് സാറ പ്രാർത്ഥിച്ചു. ഋഗ്വേലും ഇതിനായി എന്നും പ്രാർത്ഥിക്കുക, എൻ്റെ മകൾക്കൊരു നല്ല ജീവിതം കൊടുക്കണേ, എൻ്റെ മകൾക്കൊരു ജീവിതം കണ്ടിട്ട് മരിക്കുക ഇടവരുത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും കേട് കുടുംബത്തിനുണ്ടെങ്കിൽ നീക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഈ ദുഷ്ടഭൂതം അവിടെ ഉണ്ടെന്നുള്ളത് പകല് പോലെ എല്ലാ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉറപ്പാ. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ചെയ്തിട്ടും ഈ ഭൂതം വിട്ടുപോകണില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് കൊച്ചു തോബിയാസ് അവിടെ ഒരു ഡെലിവറൻസ് ശുശ്രൂഷ, ഒരു വിടുതൽ ശുശ്രൂഷ ചെയ്തത്. ഈ മത്സ്യത്തിൻ്റെ ചങ്കുകരൽ അവിടെ ഇട്ട് മാലാഖയുടെ ഹെൽപ്പോടുകൂടെ ആ ഭവനത്തെ വിടുവിച്ചു. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികളിൽ നിന്ന്, ഇവിടെയുള്ള പല കുടുംബങ്ങളിൽ കുറേ കാലങ്ങളായി നരകിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന്, ഈ കണ്ണുനീരിൽ മുങ്ങി മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കാൻ നമ്മുടെ ദൈവമായ കർത്താവിന് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദുരിതത്തിരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് നമ്മുടെ കർത്താവിനൊരു ചിന്തയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും പോകാത്ത ദുരിതം പോകാൻ വേണ്ടി ഇതുപോലെ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ശുശ്രൂഷകരെ അയക്കും. കർത്താവിൻ്റെ സഭയിലെ ശുശ്രൂഷകരെ കർത്താവ് തീ നാളങ്ങളാക്കി മാറ്റി ഓരോ ദേശത്തേക്ക് അയക്കുന്നത് ആ ദേശത്ത് തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-8 ഭാഗത്തിൽ ഈശോ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് ദാനമായി കിട്ടി, ദാനമായി കൊടുക്കണം. എന്തൊക്കെയാണ് ദാനമായി കിട്ടിയത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-8 വാക്യം, രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക, പിശാചുകളെ ബഹിഷ്കരിക്കുക. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഇന്ന് ഈ ശുശ്രൂഷ കർത്താവ് സഭയിൽ ചെയ്യുമ്പോൾ, തിരുസഭ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ഒരു ദേശത്ത് കർത്താവ് നൽകുമ്പോൾ, കർത്താവിൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് അവിടെ തടവറയിൽ ഇരിക്കുന്നവരെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, അവരെ ബന്ധനത്തിൽ കിടക്കുന്നവരെ വിടുവിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.